നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സ്വാതി, ഗോവിന്ദ് എങ്ങനെ ഇവിടെ വന്നു? ഹലോ. അതെ, ഒരു പ്രശ്നമുണ്ട്. കൊള്ളാം. പുഴയുടെ അക്കരയല്ലേ മന. സ്വാതി ഇങ്ങോട്ട് വരുന്നത് വാര്യര് കവലെ വെച്ച് കണ്ടു. ഞാൻ കരുതി കൂടെ ലച്ചും കാണുമെന്ന്. ഇല്ല, ഞാൻ മാത്രമേ വന്നുള്ളൂ. അപ്പോ എന്തോ കാര്യമുണ്ടല്ലോ. അത് അമ്മുന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇവിടെ ഉണ്ടാവുമെന്ന് കരുതിയാ ഞാൻ വന്നത്. നിങ്ങളെന്താ ഇവിടെ? അത് നീ ഞങ്ങൾക്കൊരു സർപ്രൈസ് തന്നല്ലേ, എന്നാ തിരിച്ച് നിനക്കൊരു സർപ്രൈസ് തരാന്ന് ഞങ്ങൾ വിചാരിച്ചു. അല്ല, ഞാൻ അമ്മുന്റെ വീട്ടിലുണ്ടെന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയാ എന്നെ വിളിച്ച് വിവരം പറഞ്ഞത്. ആ, ഒരു ചേച്ചി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചേച്ചി ഫോൺ എടുക്കാതല്ലേ വന്നേ? നിന്റെ ഫോൺ ഞാനത് മറന്നുപോയി. താങ്ക് യു സഞ്ജു. നീ ഇവിടെ ഉണ്ടെന്ന് അമ്മ പറഞ്ഞു. റൂമില് നിന്റെ ഫോണും കണ്ടു. എങ്കിൽ നിന്റെ പിന്നാലെ വരാമെന്ന് കരുതി ഞാൻ ഇറങ്ങിയപ്പോ രാജുവും കൂടെ വരുന്നെന്ന് പറഞ്ഞു. എന്നാ പിന്നെ ഈ വീടിന്റെ അവകാശം കൂടി കൂടെ കൂട്ടാന്ന് ഞാനും കരുതി. ലച്ചുവിനെ രക്ഷിക്കാൻ വന്നത് തന്നെയാ. എന്നാ വാ, നമുക്ക് അകത്തേക്ക് പോ. ഞാനേ ഈ പരിസരമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ശരി, വാ സഞ്ജു, വാ, എല്ലാരും വാ. വാ, നടന്നു. എല്ലാം ഓക്കെ അല്ലേ? ഓക്കെയാ. ഗൗതം സാറ് വണ്ടി ഒതുക്കിയിട്ട് വരും. നമുക്ക് പോയി കോളിംഗ് ബെൽ അടിക്കാം. ആ ശരി, നോക്കാം. ആരാ? ഞാനാ, കിച്ചണാ.
നേരവും കാലവും ഇല്ലാതെ കേറി വന്നോളും. ആരാ നിങ്ങളൊക്കെ? നിങ്ങക്ക് എന്താ വേണ്ടത്? നിന്റെ മകനെവിടെ? മിണ്ടരുത്. അയ്യോ രക്ഷിക്കണേ, ഓടി വരണേ. ഒച്ച ഉണ്ടാക്കരുത്. അയ്യോ ഒച്ച ഉണ്ടാക്കിയ കൊന്നുകളയും. ചെല്ല്, അവനുണ്ടോ നോക്ക്. നീ ചെല്ല്, ഇങ്ങോട്ട് പാടി. പറയുന്നത് പോലെ അനുസരിച്ചാ ഞങ്ങളന്ന് തിരിച്ചു പോകും. അതെല്ലാം നിലവിളിച്ചാ കൊന്നുകളയും ഞാൻ. എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാനൊരു രോഗിയാ. സാർ, അവൻ ഇവിടെ എങ്ങുമില്ല. കിച്ചൺ എന്നല്ലേ നിങ്ങളുടെ മോന്റെ പേര്? അതെ, അവൻ എന്തെങ്കിലും കുഴപ്പത്തിൽ പോയി ചാടിയോ സാറേ? അതെ, കുഴപ്പത്തിച്ചെന്ന് പെടാതിരിക്കാനാ ഞങ്ങൾ ഇവിടെ വന്നത്. കിച്ചൺ എവിടെ? അവൻ എവിടെയുണ്ടെന്ന് സത്യമായിട്ട് എനിക്കറിയില്ല. അവൻ ഇവിടുന്ന് പോയിട്ട് 2 ദിവസമായി. അവനെ ഒന്നും ചെയ്യല്ലേ സാറേ? അവൻ പോകാനിടയുള്ള സ്ഥലങ്ങളൊക്കെ എവിടെയാ പറ. അതിനെ പറ്റിയൊന്നും എനിക്ക് അറിയില്ല സാറേ. അവന്റെ ശരിക്കുള്ള ഫോൺ നമ്പർ എനിക്ക് വേണം. അതെ, അറിയില്ലെന്ന് പറയാനാണ് ശ്രമമെങ്കിൽ ഞങ്ങൾ തീർത്തിട്ടങ്ങ് പോവും. മനസ്സിലായോ? പറയാൻ പറയാൻ പറയാം പറ. പറയാം 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 സാറേ. ഹലോ, എന്തായി ഗൗതം? കിച്ചണ് കിട്ടിയോ? കിച്ചൺ വീട്ടിലില്ല. അവന്റെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരിൽ നിന്ന് എന്തെങ്കിലും വിവരം കിട്ടിയോ? അവർക്ക് അവനെ പറ്റി ഒന്നും അറിയില്ല. അവൻ പോയിട്ട് 2 ദിവസമായെന്ന് അവർ പറയുന്നത്. അയ്യോ, ഏയ് നീ നിരാശപ്പെടണ്ട. അവന്റെ അമ്മയെ വെച്ച് നമ്മൾ അവനെ കെണിയൊരുക്കും. അവരെ ഞങ്ങൾ കൂടെ കൊണ്ടുപോവാ. കൊള്ളാം, നല്ല ഐഡിയ. അവരെ വെച്ച് അവനെ പുറത്തു കൊണ്ടുവരാം. ആ സ്ത്രീയെ പൊക്കിക്കോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.